പോകുന്നത് ഫിലിം സഫർ എന്ന് പറയുന്ന ടെക്സ്റ്റിലെ സിനിമകൾ മാത്രമാണ്. അപ്പോൾ അതിൽ ഫസ്റ്റും സെക്കൻഡും ചാപ്റ്റർ ഫുള്ള് വൺ വേർഡും അങ്ങനത്തെ കാണാണ്ട് പഠിക്കാനുള്ള സാധനങ്ങളായതുകൊണ്ട് ആ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സും വീഡിയോ ചെയ്യുന്നില്ല. അതുപോലെ രണ്ടാമത്തെ ടെക്സ്റ്റായിട്ടുള്ള ജനസഞ്ചാർ ഓർ പത്രകാരികത, ഇത് നമുക്കറിയുന്ന കാര്യങ്ങളാണ്. മാസ് മീഡിയ എന്താണ്, കമ്മ്യൂണിക്കേഷൻ എന്താണ്, ദൃശ്യമാധ്യമം അതായത് കാണാൻ പറ്റുന്നത്, കേൾക്കാൻ പറ്റുന്നത്, റേഡിയോ, TV അങ്ങനത്തെ കാര്യങ്ങളാണ്. അത് നമുക്ക് സാധാരണ അറിയുന്ന കാര്യങ്ങളായതുകൊണ്ട് പിന്നെ സമയത്തിൻ്റെ അഭാവം കാരണവും ആ വീഡിയോയും ചെയ്യുന്നില്ല. അപ്പോൾ ഇതിലെ സ്റ്റോറീസ്, സിനിമകളുടെ സ്റ്റോറീസ് മാത്രം, അതും വളരെ ഷോർട്ടായിട്ട് ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ. ആദ്യത്തെ സ്റ്റോറി ബൈസൈക്കിൾ തീവ്സ്. ഇത് 1948 ഇറങ്ങിയത്. ഇതൊരു ഇറ്റാലിയൻ നവയഥാർത്ഥവാദി ഫിലിമാണ്. ഇതിലെ മെയിൻ ക്യാരക്ടർ റിച്ചി ആൻ്റോണിയോ എന്ന് പറയുന്ന ഒരാളാണ്. ഇതിലെ സ്റ്റോറി എന്ന് പറയുമ്പം ഒരു ദരിദ്രനായിട്ടുള്ളൊരു മനുഷ്യൻ്റെ സൈക്കിള് മോഷ്ടിക്കപ്പെടുന്നു. അദ്ദേഹം അത് തേടി റോമിലെ തെരുവുകളിലൂടെ അലയുന്നതും തുടർന്നുള്ള സംഭവങ്ങളുമാണ് ഇതിലെ സ്റ്റോറി. അപ്പോൾ ഇതിലെ മെയിൻ ക്യാരക്ടർ റിച്ചി ആൻ്റോണിയോയ്ക്ക് ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ഒരു ചെറിയൊരു ജോലി കിട്ടുന്നു. അദ്ദേഹത്തിന് അതോടൊപ്പം തന്നെ ഈ പോസ്റ്റർ ഒട്ടിക്കുന്ന ജോലിയും കൂടി ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിബന്ധന എന്ന് പറഞ്ഞാൽ ജോലിക്ക് പോകുന്നവർക്ക് സൈക്കിള് വേണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സൈക്കിളാണെങ്കിൽ ഓൾറെഡി പണയത്തിലാണ്. അങ്ങനെ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ച് വൈഫ് പറയും, നമുക്ക് വീടിൻ്റെ ആധാരം പണയം വെച്ചിട്ട് ഈ സൈക്കിൾ എടുക്കാമെന്ന്. അങ്ങനെ വീടിൻ്റെ ആധാരം പണയപ്പെടുത്തി സൈക്കിൾ എടുക്കുന്നു. അങ്ങനെ ജോലിക്കൊക്കെ പോയി കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കിനും പെട്ടെന്ന് ഒരു ദിവസം ഈ സൈക്കിൾ മോഷണം പോകുന്നു. നായകനാണെങ്കിൽ വല്ലാണ്ട് നിരാശനായി ഒരു മകനോടൊപ്പം ഒരുപാടെടുത്തത് സെർച്ച് ചെയ്യും, പക്ഷേ ഒരിടത്തൊന്നും കിട്ടത്തില്ല. അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കംപ്ലയിൻറ്റ് ചെയ്യുമ്പം അവിടെ നിന്നും വലിയ റിയാക്ഷനൊന്നുമില്ല. കാരണം ഇയാൾ സാധാരണക്കാരായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ പോലീസുകാരും ആരും ഇയാളെ സഹായിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. അങ്ങനെ ഇയാൾ ഒരുപാട് കഷ്ടപ്പെട്ട് അവസാനം ഈ കള്ളനെ കണ്ടുപിടിക്കുന്നു. കള്ളനെ കണ്ടുപിടിച്ച് കഴിയുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എവിഡൻസ് ഒന്നും കണ്ടെത്താൻ പറ്റുന്നില്ല. അപ്പോൾ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടും എവിഡൻസിൻ്റെ അഭാവം കാരണം ഈ കള്ളനാണെങ്കിൽ കയ്യിൽ നിന്ന് വഴുതി പോവാണ്. ഇദ്ദേഹത്തിൻ്റെ ശ്രമം മൊത്തം പരാജയപ്പെടുന്നു. കാരണം ഇയാൾക്ക് തൻ്റെ സൈക്കിൾ തിരിച്ച് കിട്ടുന്നില്ല. അങ്ങനെ നിരാശനായിട്ട് ഇങ്ങനെ നടക്കുമ്പം ഫുട്ബോൾ സ്റ്റേഡിയത്തിൻ്റെ ഫ്രണ്ടിൽ കുറേ ഇങ്ങനെ പാർക്ക് ചെയ്തേക്കുന്ന കുറേ സൈക്കിൾ കാണും. അപ്പോൾ ഇയാളിത് മോഷ്ടിക്കാൻ നോക്കും. പക്ഷേ ഇയാൾക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല, മുന്നൊന്നും മോഷ്ടിച്ചിട്ടില്ല. അങ്ങനെ ഇയാൾ ഈ ഒരു സൈക്കിൾ മോഷ്ടിക്കാൻ നോക്കുമ്പം പിടിക്കപ്പെടുകയും ആൾക്കാരെല്ലാം കൂടി ഒരുപാട് മർദ്ദിക്കുകയും ചെയ്യും. ഇത് ഇയാളുടെ മകൻ കാണുമ്പോഴത്തേക്കിനും ഇയാളുടെ തല ഇങ്ങനെ താന്നു പോവാണ്. തൻ്റെ മകൻ്റെ മുന്നിലും എല്ലാവരുടെ മുന്നിലും അപമാനിക്കപ്പെട്ടില്ലേ. അവസാനത്തെ സീനെന്ന് പറഞ്ഞാൽ ഇയാൾ ഈ തൻ്റെ മകൻ്റെ കൈയും പിടിച്ച് ആ തെരുവിലൂടെ ഇങ്ങനെ നടക്കുന്ന, ആ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ പോകുന്നതാണ്. അതായത് ഈ സ്റ്റോറി എൻഡ് ചെയ്യുന്നത് ഒരു അനിശ്ചിതത്വത്തിൻ്റെ, അതായത് ഇനി എന്താണ് എന്നൊരു കാര്യം അറിയത്തില്ല. അപ്പോൾ ഇനി എന്താണെന്നറിയാത്ത ഒരു ഡാർക്കായിട്ടുള്ളൊരു കാര്യത്തിലേക്ക് ഇങ്ങനെ മകനും അയാളും ഇങ്ങനെ നടന്നു പോകുന്നതായിട്ടാണ് ഈ സ്റ്റോറി അവസാനിക്കുന്നത്. അടുത്തതായിട്ട് 1928 പുറത്തിറങ്ങിയ ദ പാഷൻ ഓഫ് ജോവാൻ ഓഫ് ആർക്ക്. ഇതൊരു ഫ്രാൻസീസി മൂഗ് ഫിലിമാണ്. ഇതൊരു ഹിസ്റ്റോറിക്കൽ ഫിലിമാണ്. ജോവാൻ ഓഫ് ആർക്ക് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ റിയൽ ലൈഫിലെ സ്റ്റോറിയാണ്. ഇതൊരു റെക്കോർഡ് ബേസ്ഡ് മൂവിയാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു ജോവാൻ്റെ ക്യാരക്ടർ പ്രസൻറ്റ് ചെയ്യുന്നത് റെനി ജീൻ ഫാൽക്കനേട്ടി. ഈ ജോവാൻ എന്ന് പറയുന്നത് 17 വയസ്സുള്ളൊരു പെൺകുട്ടിയാണ്. അവളിങ്ങനെ ബന്ദിയായിട്ടിരിക്കുന്ന ടൈമിലുള്ള ഒരു സംഭവമാണ്, ഒരു സ്റ്റോറിയാണിത്. അവൾക്കിങ്ങനെ ദൈവത്തിൻ്റെ സന്ദേശം കിട്ടിയെന്നൊക്കെ അവൾ പറയുന്നത്. അങ്ങനെ ഇവൾ ഈ ദൈവത്തിൻ്റെ മെസ്സേജ് കിട്ടിയിട്ട് ഫ്രാൻസിസി സേനയുമായിട്ട് യുദ്ധം ചെയ്യാൻ പോകും. അപ്പോൾ ഇവളുടെ കഴിവുകൾ കാരണം ഇവൾ വിജയിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവൾ ബ്രിട്ടീഷ് സൈന്യവുമായിട്ട് യുദ്ധം ചെയ്യാൻ പോകും. പക്ഷേ അവിടെ പോകുമ്പോഴത്തേക്കിനും ഇവൾ പിടിക്കപ്പെടുന്നു. പക്ഷേ ഇവൾ പിടിക്കപ്പെടുന്ന സമയത്ത് ഇവൾ പറയുന്നത് ദൈവം അവളുമായിട്ട് ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നൊക്കെ ഇവളിങ്ങനെ പറയുന്നു. ഇവളിങ്ങനെ ഈ ഉറപ്പിച്ച് പറയുന്ന കേട്ടിട്ട് ധാർമ്മിക് അദാലത്ത്, അതായത് ഈ മതകോടതി ഇവളെ കുറ്റക്കാരി എന്ന് പറഞ്ഞിട്ട് റോഡിൽ വെച്ച് വധശിക്ഷയ്ക്ക് വിധിക്കുന്നു. അപ്പോൾ ഈ സ്റ്റോറിയിലെ മെയിൻ തീം എന്ന് പറഞ്ഞാൽ ഈ മതപരമായിട്ടുള്ള ഈ പരീക്ഷണങ്ങളാണ്. ഇതാണ് ഈ ദ പാഷൻ ഓഫ് ജോവാൻ ഓഫ് ആർക്ക് എന്ന് പറയുന്ന ഈ ഒരു മൂവി. അടുത്തതായിട്ട് 1965 പുറത്തിറങ്ങിയ അമേരിക്കൻ മ്യൂസിക്കൽ ഡ്രാമ ഫിലിമായിട്ടുള്ള ദ സൗണ്ട് ഓഫ് മ്യൂസിക്. ഈ മൂവിയുടെ നിർദ്ദേശകം റോബർട്ട് വൈസ് ആണ്. ഇതിലെ മെയിൻ ക്യാരക്ടർ മരിയ എന്ന് പറയുന്ന ഒരു യുവതിയാണ്. ഇവൾ കന്യാസ്ത്രീയാകാനായിട്ട് പഠിക്കാൻ പോകുന്നു. 1938 ആ ഒരു സമയത്താണ് നടക്കുന്നത്. അപ്പോൾ 1938 ഓസ്ട്രേലിയയിലെ സാൽസ്ബർഗിൽ ഭാര്യ മരിച്ച നൗസേന അധികാരി, അതായത് നാവിക ഉദ്യോഗസ്ഥൻ,
അയാളുടെ പേരാണ് ജോർജ് വിക്ടർ. അപ്പോൾ ഈ മരിയനെ ജോർജ് വിക്ടറിൻ്റെ 7 കുട്ടികളെ നോക്കാനായിട്ട് അയക്കുന്നു. ഈ ജോർജ് വിക്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റാണ്, ഭയങ്കര ഡിസിപ്ലിനൊക്കെ നോക്കിയിട്ട് കുട്ടികളെ ഭയങ്കര ടൈറ്റായിട്ട് ഭയങ്കര സ്ട്രിക്റ്റായിട്ടാണ് വളർത്തുന്നത്. അപ്പോൾ കുട്ടികളുടെ ഈ ദുരിതപൂർണമായിട്ടുള്ള ലൈഫിലോട്ടാണ് ഈ മരിയ സ്നേഹത്തിലൂടെയും സംഗീതത്തിലൂടെയൊക്കെ വരുന്നതും. ഈ ഒരു സംഗീതത്താലും സ്നേഹത്താലും അവളുടെ ആ ഒരു പരിചരണത്താലും കുട്ടികളുടെ ലൈഫ് സുന്ദരമാവുകയും മക്കൾ വളരെ നല്ല അനുസരണയുള്ള നല്ല മക്കളായി വളരുകയും ചെയ്യുന്നു. അപ്പോൾ അച്ഛൻ മക്കളുടെ ഈ ഒരു ചേഞ്ച് കണ്ട് അതിശയപ്പെടുന്നു. മക്കളെ സ്ട്രിക്റ്റ് ആക്കിയിട്ട് ഡിസിപ്ലിനാക്കി വളർത്തണമെന്നാണ് ഈ അച്ഛൻ ജോർജ് വിക്ടറിൻ്റെ അഭിപ്രായം. പക്ഷേ ഈ കുട്ടികളുടെ ഈ ഒരു ചേഞ്ച് കണ്ട്, ഈ ഒരു സ്വഭാവ മാറ്റം കണ്ട് അയാൾ ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആവുന്നു. തുടർന്ന് മരിയയും ജോർജും പ്രണയത്തിലാവുകയും ഇവർ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. 5 ഓസ്കാർ അവാർഡൊക്കെ കിട്ടിയ ഒരു മൂവിയാണ് ഈ ദ സൗണ്ട് ഓഫ് മ്യൂസിക്. മ്യൂസിക്കിനാണ് ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്തേക്കണത്. ഇത് ആ ഒരു സമയത്തെ ഭയങ്കര എക്കണോമിക്കലി ഭയങ്കര സക്സസ് ആയ, അതായത് സാമ്പത്തിക വിജയം കരസ്ഥമാക്കിയൊരു മൂവിയാണ്. അടുത്തതായിട്ട് പാ എന്ന് പറയുന്ന ഹിന്ദി മൂവി. ഈ മൂവിയുടെ നിർമ്മാതാവ് സുനിൽ മൻചന്ദ്ര, പിന്നെ AB കോർപ്പ്. അതുപോലെ ഇതിൻ്റെ നിർദ്ദേശക് R ബാൽക്കി. ഇതിലെ ഗീത് സ്വാനന്ദ് കിർക്കിറെ, സംഗീതം ചെയ്തേക്കുന്നത് ഇളയരാജയാണ്. പിന്നെ ഇതിലെ ആക്ടേഴ്സ് അമിതാഭ് ബച്ചൻ, അഭിഷേക് ബച്ചൻ, വിദ്യാ ബാലൻ, അരുന്ധതി നാഗ്, പരേഷ് റാവൽ എന്നിവരൊക്കെയാണ് മെയിനായിട്ടുള്ള കലാകാർ. പക്ഷെ ഇതിലെ മെയിൻ സവിശേഷത എന്ന് പറഞ്ഞാൽ അച്ഛൻ മകനായിട്ടും മകൻ അച്ഛനായിട്ടുമാണ് അഭിനയിച്ചിരിക്കുന്നത്. അതായത് അമിതാഭ് ബച്ചൻ മകനായിട്ടും അഭിഷേക് ബച്ചൻ ഈ അമിതാഭ് ബച്ചൻ്റെ അച്ഛനായിട്ടും ആണ് ഈ മൂവിയിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുമ്പം പ്രൊജേറിയ എന്ന് പറയുന്ന അസുഖം ബാധിച്ച ഒരു കുട്ടിയുടെ സ്റ്റോറിയാണ്. ഈ പ്രൊജേറിയ എന്ന് പറയുന്ന രോഗത്തിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ വളരെ പ്രായം തോന്നിക്കും. കുഞ്ഞു കുട്ടിയാണ്, പക്ഷെ വളരെ പ്രായം തോന്നിക്കും. അമിതാഭ് ബച്ചൻ ഇതിൽ ഔറ എന്ന് പറയുന്ന 13 വയസ്സുള്ളൊരു കുട്ടിയാണ്. പക്ഷെ അവന് കാണുമ്പോൾ 65 വയസ്സ് പ്രായം തോന്നിക്കും. വളരെ ഇൻ്റലിജൻ്റാണ്, എല്ലാവർക്കും അവനെ വളരെ ഇഷ്ടമാണ്. അവൻ്റെ വീട്ടിൽ അമ്മയും അമ്മൂമ്മയാണ് ഉള്ളത്. അമ്മയുടെ പേര് ഡോക്ടർ വിദ്യ, ഡോക്ടറാണ് അവളൊരു. അപ്പോൾ അച്ഛനെ പറ്റി അവനൊന്നും അറിയത്തില്ല. സ്കൂളിൽ വെച്ചിട്ട് സമ്മാന വിതരണത്തിൻ്റെ സമയത്ത് യുവ നേതാവായിട്ടുള്ള അമോൽ ആർത്രേനെ ഇവൻ മീറ്റ് ചെയ്യും. ഈ അമോൽ ആർത്രയാണ് അഭിഷേക് ബച്ചൻ. അപ്പോൾ രണ്ടുപേരും വളരെ ഫ്രണ്ട്സാവും. ഈ അഭിഷേക് ബച്ചന്, അതായത് അമോൽ ആർത്രയ്ക്ക് ഈ കുട്ടീനോട് എന്തോ ഒരു മാനസികമായിട്ടുള്ള അടുപ്പം തോന്നും. അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ചാറ്റ് ചെയ്തൊക്കെ വളരെ തിക്ക് ഫ്രണ്ട്സാവും. പിന്നീടാണ് ഈ ഔറയെ മനസ്സിലാക്കുന്നത് ഈ അഭിഷേക് ബച്ചൻ, അതായത് ഈ അമോലാണ് ഇവൻ്റെ അച്ഛനെന്ന്. അപ്പോൾ ഇവൻ്റെ അമ്മ വിവാഹത്തിന് മുന്നേ, ഇവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു, പക്ഷേ ഇവൾ വിവാഹത്തിന് മുന്നേ പ്രഗ്നൻ്റ് ആവും. അങ്ങനെ ഈ അഭിഷേക് ബച്ചൻ വിദ്യാബാലനോട് പറയും, കുട്ടീനെ അബോർട്ട് ചെയ്യാൻ പറയും. പക്ഷെ അവളത് റിജക്റ്റ് ചെയ്യുകയും ഇവർ അതിനുശേഷം ബ്രേക്കപ്പ് ആവുകയും ചെയ്യും. ഇവളാ കുഞ്ഞിനെ പ്രസവിക്കുമ്പോഴാണ് അറിയുന്നത് ഈ കുട്ടിക്ക് പ്രൊജേറിയ എന്ന് പറയുന്ന ഈ ഒരു അസുഖം ഉണ്ടെന്ന്. പക്ഷെ എന്നിട്ടും അവൾ ഈ വെല്ലുവിളികളൊക്കെ ഫേസ് ചെയ്ത് ആ കുട്ടീനെ റേസ് ചെയ്യാൻ തന്നെ തീരുമാനിക്കും. അങ്ങനെ ഇതിൽ അവസാനം ഈ മൂവിയിലൊരു ഹാപ്പി എൻഡിങ്ങാണ് കാണിക്കുന്നത്. ഈ ഔറ എന്ന് പറയുന്ന കുട്ടി അവൻ്റെ അച്ഛനും അമ്മയും തിരിച്ചൊന്നിക്കുന്നതായിട്ടൊക്കെ ഒരുപാട് സ്വപ്നം കാണുകയും അത് അവസാനം സക്സസ് ആവുകയും അവൻ്റെ ആ ഒരു ശ്രമങ്ങളൊക്കെ സക്സസ് ആവുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ഈ സ്റ്റോറി തീരുന്നത്. അടുത്തതായിട്ട് രാവൺ എന്ന് പറയുന്ന സ്റ്റോറി ഇത് മൂവിയാണ്, പറയുമ്പം സ്റ്റോറി നന്നായി പോകുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ നിർമ്മാതാവും മണിരത്നമാണ്. ഇത് നമ്മുടെ രാമായണത്തെ അതിനെ ആധുനിക സന്ദർഭങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു മോഡേൺ വ്യൂ ഒക്കെ കൊടുത്തിട്ട് രാമായണത്തിനെ തന്നെ റീക്രിയേറ്റ് ചെയ്ത പോലെയാണ് ഈ മൂവി ഇറക്കിയേക്കുന്നത്. പല ഫേസസുള്ള രാവണനെ ഒരു പ്രത്യേക വേറിട്ട ഒരു കാഴ്ചപ്പാടിൽ കാണിക്കാനുള്ളൊരു ശ്രമം ഈ മൂവിയിലുടനീളം നടത്തിയിരിക്കുന്നതായിട്ട് കാണാം. അതായത് രാമായണമായിട്ടുള്ള കമ്പാരിസണൊക്കെ പലയിടത്തും കാണാൻ സാധിക്കും. ഇതിലെ മെയിൻ ആക്ടേഴ്സ് എന്ന് പറയുന്നത് അഭിഷേക് ബച്ചൻ, ഐശ്വര്യ റായ്, വിക്രം, ഗോവിന്ദ്, നിഖിൽ ദ്വിവേദി, രവി കിഷൻ എന്നിവരൊക്കെയാണ്. ഈ മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത് രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോകുന്ന ആ ഒരു സംഭവം വെച്ചിട്ടാണ്. ഇതിൽ രാവണായിട്ട് അഭിനയിക്കുന്നത് അഭിഷേക് ബച്ചനാണ്. ഇതിലെ പേരാണ് ബീര. അതുപോലെ വിക്രം ദേവ്, അതായത് രാമൻ്റെ ഒരു റോൾ ചെയ്യുന്നത് വിക്രമാണ്. അപ്പോൾ അവൻ്റെ ഇതിലെ പേരാണ് ദേവ്. രാമൻ്റെ ഭാര്യ സീതയെ പോലെ
ഇതിൽ ഐശ്വര്യ റായാണ് രാഗിണി, ഈ ദേവിൻ്റെ വൈഫായിട്ടുള്ള രാഗിണിയുടെ റോള് അഭിനയിക്കുന്നത്. അപ്പോൾ ഈ അതായത് ഈ ബീര രാഗിണീനെ ഫോറസ്റ്റിലേക്ക് തട്ടിക്കൊണ്ടുപോകും. അപ്പം രാമൻ തൻ്റെ ഭാര്യേനെ രക്ഷിക്കാൻ വരുന്നത് പോലെ ഈ വിക്രമാണെങ്കിൽ വൈഫിനെ രക്ഷിക്കാൻ ഹനുമാൻ്റെ റോൾ പോലുള്ള ക്യാരക്ടറായിട്ടുള്ള ഗോവിന്ദനും സേനയ്ക്കൊപ്പം പോകുന്നു. ഈ വിക്രം ഇതിൽ പോലീസ് ഓഫീസറാണ്. അപ്പോൾ മണിരത്നം ഈ മൂവിയിൽ സീതയുടെ ഒരു വ്യൂ പോയിന്റിൽ നിന്നിട്ടാണ് ഈ മൂവി കാണിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. 14 ദിവസം ബീരയുടെ കൂടെ ഈ രാഗിണി സ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇവൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ രാവണനെ പോലെ, അവൾ കരുതിയിരുന്ന രാവണനെ പോലെ അത്രയും മോശക്കാരനല്ല ഈ ബീര എന്ന് മനസ്സിലാക്കുന്നു. അവൻ്റെ ഉള്ളിലെ നന്മകളൊക്കെ അവൾ കണ്ടെത്തുകയും തിരിച്ചറിയുകയും ചെയ്യുന്നു. പക്ഷേ രാമനെ പോലെയുള്ള അവളുടെ ഹസ്ബൻഡ് ശരിക്കും രാവണനാണ്. അവൻ എവിടേക്കോ തെറ്റ് പറ്റുന്നതായിട്ട് അവൾ തിരിച്ചറിയുന്നു. ഈ ബീര രാഗിണീനെ എന്തുകൊണ്ടാണ് തട്ടിക്കൊണ്ടു പോകുന്നതെന്ന് വെച്ചാൽ അവൻ്റെ സഹോദരീനെ പോലീസുകാർ തട്ടിക്കൊണ്ടുപോയിട്ട് ബലാത്സംഗം ചെയ്യുന്നു. അങ്ങനെ തുടർന്ന് അവൻ്റെ സഹോദരി ആത്മഹത്യ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ ബീര രാഗിണീനെ തട്ടിക്കൊണ്ടു പോകുന്നത്, അതായത് റിവെഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ ഈ രാഗിണി അറിയുവാണ്. അങ്ങനെ ഈ രാഗിണീൻ്റെ മനസ്സിലുള്ള ഹീറോ ആയിട്ടുള്ള ഹസ്ബൻഡ് വില്ലനായിട്ട് മാറുന്നു. ഇവളെ രക്ഷിച്ചു കഴിഞ്ഞിട്ട് ഈ ഹസ്ബൻഡ് വിക്രം ആദ്യം ചോദിക്കുന്നത് 14 ദിവസം ഒന്നിച്ചായിരുന്നു, അപ്പോൾ ഇതിനിടയ്ക്ക് ബീര നിന്നെ തൊട്ടിട്ടില്ലേ എന്നാണ്. അവളില്ല എന്ന് പറയുന്നെങ്കിലും അവൻ വിശ്വസിക്കാണ്ട് പോളിഗ്രാഫ് ടെസ്റ്റ്, അതായത് പണ്ട് സീത അഗ്നിപരീക്ഷണം നടത്തിയതുപോലെ പോളിഗ്രാഫ് ടെസ്റ്റ് നടത്താനായിട്ട് ആവശ്യപ്പെടുന്നു. പക്ഷേ ഇവനറിയാം രാഗിണി ഇത് കേട്ട് ബീരയുടെ അടുത്തേക്ക് പോകുമെന്ന്. ആ സമയത്ത് അവനെ പിടിക്കാനുള്ള പ്ലാനിലാണ് ഇങ്ങനെ പറയുന്നത്. അങ്ങനെ ആ പ്ലാനിൽ അവസാനം വിജയിക്കുവാണ്. അടുത്തതായിട്ട് ലഗാൻ എന്ന് പറയുന്ന മൂവി. ഇത് 1893 ബ്രിട്ടീഷേഴ്സിൻ്റെ കയ്യിലുള്ള ഭാരതത്തിലെ ഒരു ഗ്രാമത്തിൻ്റെ സ്റ്റോറിയാണ്. സ്വന്തം ഭൂമി സംരക്ഷിക്കാനായിട്ട് കർഷകർ ബ്രിട്ടീഷേഴ്സിന് നികുതി കൊടുക്കേണ്ടി വരുന്നു. അവരുടെ ഭൂരിഭാഗം വിളവും ഈ ബ്രിട്ടീഷേഴ്സ് അപഹരിക്കുകയാണ്. കൂടുതൽ വിളവും ബ്രിട്ടീഷ് റാണിക്ക് കൊടുക്കേണ്ടി വരുന്നു. ആ വർഷമാണെങ്കിൽ മഴയൊന്നും ഇല്ലാണ്ട് വിളവൊന്നും കിട്ടുന്നില്ല. അങ്ങനെ ഈ ചമ്പാനേർ എന്ന് പറയുന്ന ഗ്രാമത്തിലെ നിവാസികളെല്ലാം കൂടി അവരുടെ രാജാവായിട്ടുള്ള പൂരൺ സിംഗിനോട് നികുതി എഴുതിത്തള്ളാനായിട്ട്, ഈ ഒരു വർഷം ഇളവ് കൊടുക്കാനായിട്ട് അഭ്യർത്ഥന നടത്താനായിട്ട് തീരുമാനിക്കും. അങ്ങനെ ഈ ഗ്രാമവാസികളെല്ലാം കൂടി കൊട്ടാരത്തിലേക്ക് പോകുമ്പം അവിടെ ഇങ്ങനെ ക്രിക്കറ്റ് കളി കാണുന്നു. ഇതിലെ നടനെന്ന് പറയുന്നത് അമീർ ഖാനാണ്. അപ്പോൾ ഈ ഗ്രാമവാസികളിലെ ഒരാളായിട്ടുള്ള ഭുവൻ എന്ന റോളാണ് അമീർ ഖാൻ ചെയ്യുന്നത്. ഈ ഭുവൻ ഈ ക്രിക്കറ്റ് കാണുമ്പോഴത്തേക്കിനും ഇവരുടെ ഗ്രാമത്തിലെ കുട്ടികൾ കളിക്കുന്ന ഗില്ലി ഡണ്ട എന്ന് പറയുന്ന ഗെയിമുമായിട്ട് സാമ്യം തോന്നുന്നു. ഇവനിത് ഈ പറയുന്നത് അവിടുത്തെ ക്യാപ്റ്റൻ ആൻഡ്രൂ റസൽ കേൾക്കുന്നു. ഇയാൾക്കിത് കേൾക്കുമ്പോൾ ഭയങ്കര അയാളുടെ അഭിമാനമൊക്കെ ഉണർന്നിട്ട് ഇവനെ ഇങ്ങനെ വെല്ലുവിളിക്കുകയാണ്. അതായത് ഇവൻ ഈ റസൽ വെല്ലുവിളിക്കുന്നതെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ടീമും ഇന്ത്യക്കാരുടെ ടീമുമായിട്ടൊരു മാച്ച് നടത്തും. ഈ മാച്ചിൽ ഇന്ത്യക്കാർ, അതായത് ഈ ഗ്രാമീണർ ജയിക്കുവാണെങ്കിൽ 3 വർഷത്തേക്ക് നികുതി ഒന്നും കൊടുക്കണ്ട. അതേസമയം ഇവർ തോക്കുവാണെങ്കിൽ 3 ഇരട്ടിയായിട്ട് നികുതി തിരിച്ചു കൊടുക്കണം. അങ്ങനെ ഈ ഭുവനാണെങ്കിൽ ഈ വെല്ലുവിളി സ്വീകരിക്കും. ഇതിൽ ക്യാപ്റ്റൻ റസലിൻ്റെ സിസ്റ്ററായിട്ടുള്ള എലിസബത്ത് റസലാണ് ഇവരെ ക്രിക്കറ്റ് കളി പഠിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അവസാനം ഇന്ത്യനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ഗ്രാമവാസികളും ബ്രിട്ടീഷിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് അവരുടെ ടീമാണ്. അപ്പോൾ അവസാനം ഇന്ത്യക്കാർ ജയിക്കുവാണ്. അടുത്തതായിട്ട് ദോ ആങ്കോ ബാരഹാത്ത്. ഇതൊരു റിയാലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ഇതിലെ മെയിൻ ക്യാരക്ടർ ആദിനാഥ് എന്ന് പറയുന്ന ഒരു ജയിലറാണ്. ഈ ആദിനാഥ് 6 അപകടകാരികളായിട്ടുള്ള തടവുകാരെ ഏറ്റെടുക്കുകയും അവരെ നന്നാക്കി നല്ല മനുഷ്യരാക്കുകയും ചെയ്യുന്നതാണ് ഇതിലെ സ്റ്റോറി ലൈൻ. ആദിനാഥ് തൻ്റെ ഹയർ ഒഫീഷ്യൽസിൻ്റെ എതിർപ്പൊന്നും വകവയ്ക്കാണ്ട് ഈ 6 ഭയങ്കര വലിയ കുറ്റവാളികളാണ്. ഇവരെ 6 പേരെയും ഏറ്റെടുക്കുവാണ്. അങ്ങനെ ഇവരൊരു സ്ഥലത്ത് കൊണ്ടുപോയി അവരെ നന്നായിട്ട് പണിയെടുപ്പിക്കുകയും ചെയ്യും. അപ്പം തൻ്റെ സമയവും എല്ലാ ശ്രമവും മൊത്തം ഇവർക്ക് വേണ്ടിയിട്ട് അയാൾ സ്പെൻഡ് ചെയ്യുകയാണ്. ഇയാളെപ്പോഴും ഇവരിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇവരെന്ത് കള്ളത്തരം കാണിച്ചാലും എന്ത് ഉടായ്പ കാണിച്ചാലും ഇയാളെപ്പോഴും ഇവരിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇയാളുടെ ഈ കണ്ണുകളുടെ ആ ഒരു നോട്ടം കാരണം ഇവന്മാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, തെറ്റുകളൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അവസാനം അവർക്കായിട്ട് ഈ സമർപ്പിച്ച തൻ്റെ പരിശ്രമം ഒക്കെ വിജയിക്കുവാണ്. അവരൊക്കെ നന്നാവുകയാണ്. എന്നിട്ട് ആ സ്ഥലത്ത് അവിടുത്തെ ഗുണ്ടകളുമായിട്ട് ഈ കൈദികൾ
ഇവർക്ക് പ്രശ്നം ഉണ്ടാവണം. ഇവർ സാധനങ്ങൾ വിൽക്കാൻ പോകുമ്പോഴത്തേക്കിനും അവരിവരെ ഒന്ന് ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ ആദിനാഥ് പറയുന്നത് തിരിച്ചൊന്നും ചെയ്യാൻ പോകരുത്, ആരെയും ആക്രമിക്കരുത്, അഹിംസ പാലിക്കണം, അങ്ങനെയൊക്കെ കേട്ടിട്ട് ഇവന്മാരാരും തിരിച്ച് തല്ലത്തൊന്നുമില്ല. അങ്ങനെ അവസാനം ഈ സിനിമയുടെ അവസാനം ശത്രുക്കൾ കാരണം ആദിനാഥ് മരിക്കും. ആദിനാഥ് കൊല്ലപ്പെടുന്നു. അങ്ങനെ അയാളുടെ ആ ഒരു പ്രസൻസ് ഉണ്ടായിരുന്ന ഈ ഒരു സ്ഥലത്ത് 6 പേരും തുടർന്ന് ജീവിക്കാനായിട്ട് തീരുമാനിക്കുന്നു. ഈ മൂവിലെ ഈ ദോ ആങ്കി എന്ന് പറയുന്നത് ആദിനാഥിൻ്റെ ഇപ്പോഴും അവരെ വാച്ച് ചെയ്യുന്ന 2 കണ്ണുകൾ, ഈ സത്യത്തിൻ്റെ അല്ലെങ്കിൽ തിന്മയ്ക്കെതിരായിട്ട് നിൽക്കുന്ന 2 കണ്ണുകൾ. ഈ ബാരഹാത്ത് എന്ന് പറയുന്നത് ഈ തെറ്റ് ചെയ്യുന്ന ഈ 6 ഖൈദികളുടെ 6 തടവുകാരുടെ കൈകൾ, 12 കൈകൾ, അതാണ് ഈ ബാരഹാത്ത്. അടുത്തതായിട്ട് ദോ ബീഖ സമീൻ. ഈ സ്റ്റോറി എന്ന് നടക്കുന്നത് വരൾച്ചയൊക്കെ ബാധിച്ച ഒരു ചെറിയൊരു ഗ്രാമം. ഇതിലെ മെയിൻ ക്യാരക്ടർ ശംഭു എന്ന് പറയുന്നൊരു കർഷകനാണ്. ഇയാളുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ പാർവതി എന്ന് പറയുന്ന ഒരു വൈഫുണ്ട്, അവൾ പ്രഗ്നൻ്റ് ആണ്. മൂത്ത മകൻ കുഞ്ഞൊരു മകനാണ് കനയ്യ. അതുപോലെ അച്ഛനായിട്ടുള്ള ഗാംഗു. ഇയാൾക്കാകെയുള്ള സ്വത്ത് അല്ലെങ്കിൽ ആകെയുള്ളൊരു ഉപജീവന മാർഗം എന്ന് പറയുന്നത് 2 ഏക്കർ ഭൂമി, ദോ ബീഖ സമീൻ. ഇതിനെ ചുറ്റിപ്പറ്റിയാണ് ഈ സ്റ്റോറി നടക്കുന്നത്. ഈ ശംഭുവിൻ്റെ 2 ഏക്കറിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഠാക്കൂർ ഹർനാം സിംഗിൻ്റെ സ്ഥലമാണ്. അപ്പോൾ അയാളൊരു ഭൂവുടമയാണ്. ഈ ഹർനാം സിംഗ് ബിസിനസ്സുകാരുമായിട്ട് പ്ലാൻ ചെയ്ത് ഒരു മില്ല് നിർമ്മിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ അതിലാകെ നേരിടുന്ന ഒരു തടസ്സം എന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്ക് ഈ ശംഭുവിൻ്റെ ഭൂമിയുണ്ട്. അപ്പോൾ ഇയാൾ വിചാരിക്കും ശംഭു അല്ലേ, പൈസ കൊടുത്തിട്ട് നൈസായിട്ട് ഇത് മേടിക്കാമെന്ന് വിചാരിക്കും. പക്ഷേ ഈ ശംഭു ആണെങ്കിൽ ഈ ഒരു സ്ഥലം വിൽക്കുന്നില്ല. ഈ ശംഭു തൻ്റെ ഓഫർ നിഷേധിച്ച ഈ ദേഷ്യത്തിന് കടം വാങ്ങിച്ച തുക പെട്ടെന്ന് തന്നെ തിരിച്ചടയ്ക്കാൻ പറയുന്നു. ശംഭു വീട്ടിലുള്ള സാധനങ്ങളും എല്ലാം വിറ്റ് 65 രൂപ എങ്ങനെയൊക്കെയോ ഒപ്പിച്ച് വളരെ കഷ്ടപ്പെട്ടു. ആ കാലത്ത് ഈ 65 വളരെ വലിയൊരു തുകയാണ്. അത്രയും ഭീമമായിട്ടുള്ള തുക തിരിച്ചടയ്ക്കും. പക്ഷേ ഇവൻ അൺപടാണ്, എഡ്യൂക്കേറ്റഡ് അല്ല. അപ്പോൾ ഈ ഠാക്കൂർ ഹർനാം സിംഗിൻ്റെ PA ആണെങ്കിൽ ഈ ഒരു പൈസ കൂട്ടി 235 രൂപയാണെന്ന് പറയുവാണ്. അങ്ങനെ ഇവന് ഈ പൈസ കൂട്ടാനൊന്നും അറിയത്തില്ലല്ലോ. അവസാനം ഇത് കോടതിയിൽ പോവും. കോടതിയിൽ പോകുമ്പോഴത്തേക്കിനും ശംഭുവിന് 3 മാസത്തെ അവധിയാണ് കിട്ടുന്നത്. അങ്ങനെ ഇവൻ എന്തൊക്കെ ചെയ്തിട്ട് ഇത്രയും വലിയൊരു തുക അവനെ കൊണ്ട് കൂട്ടിയേ കൂടത്തില്ല. അവസാനം ഗ്രാമത്തിലെ ഒരു സുഹൃത്തിൻ്റെ വാക്ക് കേട്ടിട്ട് കൽക്കത്തയിൽ പോവാണ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവൻ കൽക്കത്തയിൽ പോകുമ്പം മകനായിട്ടുള്ള കനയ്യയും കൂടെ പോവും. അവിടെ പോയിട്ട് റിക്ഷ ഓടിച്ച്, അച്ഛൻ റിക്ഷ ഓടിക്കും, മകനാണെങ്കിൽ ചെരുപ്പ് തുടച്ച് അങ്ങനെയൊക്കെ ക്യാഷ് ഉണ്ടാക്കാൻ നോക്കുകയാണ്. ഇതിനിടയ്ക്ക് അപകടം സംഭവിക്കുന്നു. റിക്ഷ ഓടിക്കുന്ന ഈ അച്ഛന് അപകടം സംഭവിക്കും. മകൻ അതിനിടയ്ക്ക് മോഷ്ടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ ഭാര്യ കൽക്കത്തയിൽ വരുന്നു, അവൾക്ക് ആക്സിഡൻറ്റ് പറ്റുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഇതിനിടയ്ക്ക് നടക്കും. അവസാനം എല്ലാം ഇവർക്ക് നഷ്ടപ്പെടുവാണ്. തിരിച്ച് നാട്ടിൽ വരുമ്പം ഇവരുടെ സ്ഥലം അവരുടെ ആ ഒരു ഭൂമിയുടെ സ്ഥാനത്ത് മില്ലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ശംഭു അവിടെ നിന്ന് ഒരു പിടി മണ്ണെടുക്കാനായിട്ട് നോക്കുമ്പോഴത്തേക്കിനും അവിടുത്തെ സെക്യൂരിറ്റി ഇവനെ ഓടിച്ചു കളയാണ്. അതുപോലെ അച്ഛനായിട്ടുള്ള ഗാംഗുവിന് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. ഇവരങ്ങനെ നിസ്സഹായരായിട്ട് ഒരു പിടി മണ്ണ് പോലും തൻ്റെ സ്ഥലത്തു നിന്ന് എടുക്കാൻ പറ്റാണ്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് ഈ സിനിമ കാണിക്കുന്നത്. അടുത്തതായിട്ട് ബാവർച്ചി. നമ്മുടെ ഫസ്റ്റ് സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള രാജേഷ് ഖന്നയാണ് ഈ ബാവർച്ചിയിലെ മെയിൻ ക്യാരക്ടർ. ബാവർച്ചിയുടെ മീനിങ് കുക്ക്, ഫുഡ് ഉണ്ടാക്കുന്ന ആളാണ് ഈ ബാവർച്ചി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഈ വലിയൊരു ജോയിൻറ്റ് ഫാമിലിയുടെ ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ദാദുജിയാണ് ഈ ഒരു ശർമ്മ ഫാമിലി നയിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് ശാന്തി നിവാസ് എന്നാണെങ്കിലും ആ വീട്ടിലൊരു ശാന്തിയില്ല, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാണ്. അവിടുത്തെ സ്ത്രീകൾക്കൊക്കെ ഫുഡ് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഹസ്ബൻഡ് പുരുഷന്മാരൊന്നും സമയത്തിന് ഓഫീസിലെത്തൂല, അവിടെ മൊത്തം പ്രശ്നം. അങ്ങനെ ആകെ വീട്ടിലൊന്നും ശാന്തതയില്ല, വഴക്കും പ്രശ്നങ്ങളും ഒക്കെയാണ്. ഒരു പണിക്കാരനെ, ഒരു കുക്കിനെ കിട്ടാത്തതിൻ്റെ പേരിൽ വീട്ടിലെപ്പോഴും പ്രശ്നങ്ങളാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് രഘു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വരുന്നത്. അപ്പോൾ ഈ ദാദുജി എപ്പോഴും ഒരു വലിയൊരു പെട്ടിക്കകത്ത് സ്വർണവും എല്ലാം കൂടി ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ച് നിധികാക്കുന്ന ഭൂതത്തിനെ കണക്ക് അയാളുടെ ബെഡിൻ്റെ അടിയിൽ തന്നെ വെച്ചേക്കും. അപ്പോൾ ഈ രഘുവിൻ്റെ വരവോടെ അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം മാറും, അവരുടെ ക്യാരക്ടേഴ്സ് മാറും, പരസ്പരം സ്നേഹം വർദ്ധിക്കും, എല്ലാ ഇഷ്യൂസും സോൾവ് ആകും. അത് പേര് പോലെ തന്നെ ശാന്തി നിവാസായി മാറും. പക്ഷെ നമുക്കൊരു ഡൗട്ട് തോന്നും, ഈ ശരിക്കും ഈ രഘു ആരാണ് എന്നൊരു ഡൗട്ട് തോന്നും. കാരണം അവൻ്റെ കണ്ണിടയ്ക്കിടയ്ക്ക് ഈ ദാദുജിൻ്റെ പെട്ടിയിലെ സ്വർണത്തിലേക്ക് ഇങ്ങനെ പോകുന്നതായിട്ട് കാണാം. അവസാനം ഈ ബാവർച്ചി, അതായത് ഈ രഘു
ആ വീട്ടിലെ പ്രോബ്ലംസൊക്കെ സോൾവ് ആക്കിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അമിതാഭ് ബച്ചൻ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് വോയിസിൽ പറയും, അടുത്ത് ഈ രഘു വരുന്ന അടുത്തൊരു വീട് നമ്മുടെ വീടാവാതിരിക്കട്ടെ എന്നിങ്ങനെ പറയും. അപ്പോൾ ഞാൻ വളരെ ഷോർട്ടാക്കിയാണിത് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ക്യാരക്ടേഴ്സും കുറേ കൂടി സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാനെല്ലാം വളരെ ഷോർട്ടാക്കിയാണ് പറഞ്ഞത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് നോക്കുക.